ഈ മുട്ടയിൽ സൂക്ഷിച്ച് നോക്കിയാൽ വെളുത്ത് പൊടി പോലെ കാണുന്നത് ഫംഗസ് ആണ്. വെൽക്കം ബാക്ക് ടു ബെറ്റർ ഫുഡ് റൂൾസ്. ഞാനൊരു ഫുഡ് സേഫ്റ്റി പ്രൊഫഷണലാണ്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഡെയിലി ലൈഫിലെ ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സിനൊക്കെ റിലേബിളായിട്ടുള്ള ഉത്തരങ്ങൾ തരാനാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ശ്രമിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്ലാൻഡ് വീഡിയോ അല്ല, ഇതൊരു പെട്ടെന്ന് ചെയ്ത വീഡിയോ ആണ്. ഈ മുട്ടയിൽ ഫംഗസ് പൂപ്പൽ കാണാൻ പറ്റുന്നില്ലേ? ഇത് ഞാൻ 20/7/2024 വാങ്ങിയ മുട്ടയാണ്. ഞാനല്ല വാങ്ങിയത്, വേറൊരാളാണ് വാങ്ങിയത്. അപ്പം വാങ്ങിയ ശേഷമാണ് ഇത് കടയിൽ പുറത്ത് വെച്ചിരുന്നതാണ് ഈ മുട്ട. കോൾഡ് സ്റ്റോറേജിൽ അല്ലായിരുന്നു വെച്ചിരുന്നത്. ഇത് കൊണ്ടുവന്ന് 5-ാം ദിവസം, പാക്കിംഗ് കഴിഞ്ഞ് 5-ാം ദിവസമാണ് വീട്ടിലെത്തുന്നത്. 2 ദിവസം വെച്ച ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തത് സത്യത്തിൽ. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൽ ഇങ്ങനെ വളരെ ചെറിയ രീതിയിൽ പൂപ്പൽ മുട്ടത്തൊണ്ടിൽ കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഈ പൂപ്പൽ കണ്ടാൽ തിരിച്ചറിയില്ല, നമ്മൾ നല്ല ലൈറ്റിലൊക്കെ നോക്കിയാലേ അറിയുള്ളൂ. എനിക്ക് പാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു മോൾഡിൻ്റെ സ്മെല്ല് പോലെ തോന്നിയതുകൊണ്ടാണ് ഞാനിത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയത്. ഈ പാക്കറ്റിൽ 15 ദിവസത്തെ ഷെൽഫ് ലൈഫാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് വളരെ മുന്നേ തന്നെ ഈ മുട്ടയിൽ ഫംഗസ് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ പാക്കേജ്ഡായ മുട്ട വാങ്ങുമ്പോൾ നോക്കി വാങ്ങുക. പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഈ പൂപ്പലിൻ്റെ പ്രോബ്ലം കൂടുതലായിട്ട് വരുന്നത്. പാക്കേജ്ഡ് അല്ലാത്ത മുട്ടയിലും ഇങ്ങനെ കാണാറുണ്ട്. പാക്ടേക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പൂപ്പൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം മുട്ട ഷോപ്പിൽ തണുപ്പിച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങുന്നതായിരിക്കും ബെസ്റ്റ്. ക്ലോസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാക്കറ്റ്സിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ, മഴക്കാലത്ത് പ്രത്യേകിച്ചും ഈ പാക്കറ്റിനകത്ത് ഈർപ്പം കൂടുതലുണ്ടാവും. റൂം ടെമ്പറേച്ചറിൽ ഫംഗസ് ഗ്രോത്ത് പെട്ടെന്നായിരിക്കും വരുന്നത്. വീട്ടിലെത്തിയ ഉടനെ നമുക്ക് ഈ മുട്ട ഫ്രിഡ്ജിലേക്ക് മാറ്റി സൂക്ഷിക്കാം. മുട്ടത്തോടിൽ പൂപ്പലുണ്ടെങ്കിൽ കഴുകി കുക്ക് ചെയ്ത് കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരം മുട്ട നിങ്ങൾ കഴിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മുട്ടത്തോടിലെ പൂപ്പൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്കോടോക്സിൻസ് വളരെ ഡേഞ്ചറസ് ആണ്. ഇത്തരം ടോക്സിൻസ് മുട്ടയുടെ തൊണ്ടിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഹോൾസിൽ കൂടി മുട്ടയ്ക്ക് അകത്ത് കിടക്കും. നമ്മൾ മുട്ടത്തോട് വാഷ് ചെയ്താലും ഈ ടോക്സിൻസ് മുട്ടയുടെ ഉള്ളിൽ തന്നെ കാണും. കുക്ക് ചെയ്താലും ഇത് പലപ്പോഴും നശിക്കുന്നില്ല. അതുകൊണ്ട് പൂപ്പൽ ബാധിച്ച ഭക്ഷണങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് കഴിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ശരീരത്തിൽ ഇത്തരം ടോക്സിൻസ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ആവും. ഈ മൈക്കോടോക്സിൻസ് ക്യാൻസർ കോസിങ് ഏജൻ്റ് ആണെന്ന് ധാരാളം സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കഴിയുന്നതും പൂപ്പൽ ബാധിച്ച മുട്ട മാത്രമല്ല ഏത് ആഹാരവും കഴിയുന്നതും നിങ്ങൾ ഒഴിവാക്കുക. പൂപ്പലിനെ മാറ്റിക്കളഞ്ഞ് കഴിച്ചാലും, എസ്പെഷ്യലി മുട്ടയുടെ കാര്യം പറയുമ്പോൾ മുട്ടയുടെ തൊണ്ടിനകത്ത് കൂടി ഈ ടോക്സിൻസ് അകത്ത് കടന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നശിക്കുന്നില്ല കുക്ക് ചെയ്താൽ എന്നുള്ളത് കൊണ്ട് കഴിയുന്നതും ഇത്തരം ആഹാരം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക.